സോറി അപ്പു. അപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ സാരമില്ല. ഒരു കണക്കിന് നീ പറഞ്ഞത് നന്നായി. ഒരു ഐസ് ബ്രേക്കിംഗ് ഒഴിവായി കിട്ടിയല്ലോ. റിയലി? അതേടാ, നീ പോയിക്കോ. ഞാൻ ഇറങ്ങട്ടെ ആന്റി. മാളു, അപ്പോ കാണിച്ച ഈ കുറുമ്പ് നമ്മളെയൊക്കെ ഒരുപാട് വിഷമിപ്പിച്ചു. അതിലൊരു പക്ഷേ ഞങ്ങളെക്കാൾ കൂടുതൽ സങ്കടപ്പെട്ടത് മോളായിരിക്കുന്നു അറിയാം. മോൾക്കറിയാലോ, ജീവിതത്തിലെ എല്ലാ ടഫ് സിറ്റുവേഷനെയും വളരെ കൂളായി ഫേസ് ചെയ്യാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ പോലും ആ സമയത്തൊന്ന് പതറിപ്പോയി. ആ ടെൻഷനിൽ ഞാൻ മോളോടും മുരളിയോടൊക്കെ അല്പം മോശമായിട്ട് പെരുമാറിയെന്ന് പറയാം. അതൊന്നും മോള് മനസ്സിൽ വെച്ചേക്കരുത്. ഐ എം സോറി മാളു. എന്താ അങ്കിൾ ഇത്? എന്തിനാ എന്നോട് സോറി പറയുന്നത്? എന്നോട് ദേഷ്യപ്പെടാനും വഴക്ക് പറയാനുള്ള അവകാശം അങ്കിളിനും ആന്റിക്കും ഉണ്ടല്ലോ. നോ, സോറി പറയാനല്ല ആക്ച്വലി ഞാൻ വിളിച്ചത്. നിന്നോടൊരു വലിയ താങ്ക്സ് പറയാനാ. ഞങ്ങളൊക്കെ പതറിപ്പോയ ആ സന്ദർഭത്തിൽ മോൾ എത്ര ഭംഗിയായി ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു. ഒപ്പം നിന്ന് ഞങ്ങൾക്കൊക്കെ ധൈര്യം തന്നില്ലേ. എല്ലാറ്റിനുപരി നിന്റെ ആ പ്രസൻസ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് അപ്പൂനാണ്. നീ കൂടെ ഉള്ളതുകൊണ്ടാണ് അപ്പു ഇത്രയും വേഗം റിക്കവർ ആയത്. എല്ലാറ്റിനും ഞങ്ങൾക്ക് നിന്നോട് തീർത്താ തീരാത്ത നന്ദിയുണ്ട് മോളെ. അല്ലടോ? അങ്കിളിന് എന്താ പറ്റിയത്? എന്തിനാ ഈ നന്ദി പറച്ചില് സോറിയൊക്കെ? എന്നോട് ഇത്ര ഫോർമൽ ആവല്ലേ അങ്കിൾ, പ്ലീസ്. ശരിയാണ്, നിന്നോട് ഇത്രയും ഫോർമൽ ആവേണ്ട ആവശ്യമൊന്നുമില്ലാന്നറിയാം. എന്നാലും പറയാനും അറിയിക്കാനും ഉള്ളത് പരസ്പരം ഷെയർ ചെയ്യണമല്ലോ. ഇനി അങ്കിള് മോളോട് ഗൗരവമുള്ളൊരു കാര്യം പറയട്ടെ. കേൾക്കുമ്പോ മോൾക്ക് സങ്കടാവും. നിന്നോടത് പറയാൻ എനിക്കും വിഷമമുണ്ട്. പക്ഷേ എന്ന് കരുതി അത് പറയാതിരിക്കാനാവില്ലല്ലോ. അങ്കിൾ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ലേ. നോക്ക് ആന്റി, എന്ത് ഫോർമലായിട്ട് എന്നോട് സംസാരിക്കുന്നത്. ഞാനെന്താ അത്രയ്ക്ക് തന്നെയാണോ ഇവിടെ? ഹേയ്, ഒരിക്കലുമല്ല. നിന്നെ അങ്ങനെ കാണാൻ കഴിയാത്തത് കൊണ്ടാണ് മോളെ ഞങ്ങൾക്ക് ഈ സങ്കടം. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ നീയും ഒപ്പവും ഇപ്പോഴും കുട്ടികളാ. പക്ഷെ റിയാലിറ്റി അതല്ലല്ലോ. നിങ്ങളിപ്പോൾ മുതിർന്ന പെൺകുട്ടികളാണ്. അധികം വൈകാതെ തന്നെ മോളൊരു കുടുംബജീവിതത്തിലേക്ക് കടക്കും. അതിന് അപ്പവുമായിട്ടുള്ള ഈ ചങ്ങാത്തം ഒരിക്കലും ഒരു വിലങ്ങുതടിയാവരുത്. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ളൊരു ആശങ്ക മുരളിയുടെയും അശ്വതിയുടെയും മനസ്സിലുണ്ട്. അങ്ങനെ തോന്നുന്നതിൽ അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ആർക്കായാലും സ്വന്തം മക്കളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ഉത്കണ്ഠ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. പോരാത്തതിന് അപ്പു കാണിച്ച ഈ പ്രവൃത്തി അവരെയൊക്കെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ടാവും. ഇനിയും ഇതേ ഇന്റൻസിറ്റിയിൽ ഈ ഫ്രണ്ട്ഷിപ്പ് തുടർന്നാൽ അത് രണ്ടുപേരുടെയും ജീവിതത്തെ വല്ലാതെ നെഗറ്റീവായി ബാധിക്കുമെന്ന് അവർ ഭയക്കുന്നുണ്ട്. തുറന്നു പറയാലോ മോളെ, അങ്ങനെ ഒരു ഭയം ഞങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും നല്ലതിനു വേണ്ടിയാണ് അങ്ങളിത് പറയുന്നതെന്ന് മോള് മനസ്സിലാക്കണം. ഒരുപക്ഷെ അപ്പുവിനേക്കാൾ സെൻസിബിളായത് ഉൾക്കൊള്ളാൻ പറ്റുന്നത് മോൾക്കായിരിക്കും. ഞാൻ എന്താ വേണ്ടത് അങ്കിള് പറയും. അപ്പുവുമായി പഴയതുപോലെ ഒരു ഫ്രണ്ട്ഷിപ്പിന് ഇനി മോള് നിൽക്കരുത്. അപ്പുവിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ശ്രമം ഉണ്ടായാൽ പോലും മോൾ അതിന്ന് ഒഴിവാകണം.
എന്ന് വെച്ച് ഒരു ഹായ് ബൈ ഫ്രണ്ട്ഷിപ്പിലേക്ക് ഒതുങ്ങണമെന്നല്ല അങ്കിൾ പറയുന്നത്. എന്നാലും പഴയതുപോലെ ഇനി വേണ്ട. അടിക്കടി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വരവും പോക്കും, ഒരുമിച്ചുള്ള യാത്രകളും മറ്റുമൊക്കെ ഒന്ന് ഒഴിവാക്കണം. അതിന് മോള് കൂടി ഒന്ന് മനസ്സ് വെക്കണം. പോട്ടെ ആന്റി. മോള് വിഷമിക്കാതെ. അവളോടിപ്പോ ഇതേപ്പറ്റിയൊന്നും പറയണ്ടായിരുന്നു. പാവം, ഒരുപാട് വിഷമായി അവക്ക്. അല്പം ക്രൂരമായി പോയെന്നറിയാം. വേറെ വഴിയില്ലല്ലോ.